എനിക്ക് എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ജീവിതം മാറ്റണം. ഇങ്ങനത്തെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ പറ്റും. 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം നിങ്ങളുടെ മുമ്പിലേക്കുള്ള സമയത്തിലേക്ക് നിങ്ങൾ നോക്കുക. അത്രയും സമയം നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ 1 മാസത്തിൻ്റെ കണക്ക് പറയുന്നത്, 2 മാസത്തിൻ്റെ കണക്ക് പറയുന്നത്? കാരണം തുടങ്ങാനാണ് ഏറ്റവും പാട്. ഒന്ന് തുടങ്ങിക്കിട്ടിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ അലസമായിട്ടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ചുറ്റും നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. വി ആർ ലൂസിങ് ലൈക്ക് എ മില്യൺ ഓപ്പർച്യൂണിറ്റീസ്. എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ കൈകളുടെ ഇടയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അത് നേടണമെന്ന് ആഗ്രഹമുണ്ട്, അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വയം കള്ളം പറയരുത്. വൺസ് യു സ്റ്റാർട്ട് ടു ലുക്ക് അറൗണ്ട് യു വിൽ സീ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ചുറ്റും ശരിക്കുമൊന്ന് നോക്കി തുടങ്ങിയാൽ ചുറ്റും അവസരങ്ങൾ നിരന്നു കിടക്കും നിങ്ങൾ കാണാൻ തുടങ്ങും. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായിട്ട് കടന്നു വന്ന് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താനാണ്, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനാണ്. അങ്ങനെ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ആരും ഇങ്ങോട്ട് വന്ന് നമ്മുടെ സ്വപ്നങ്ങൾ നേടിത്തരില്ല. നമ്മളാണ് ഇറങ്ങേണ്ടത്, നമ്മളാണ് തേടേണ്ടത്. സൗരവ് ഗാംഗുലി പറയുന്ന ഒരു കാര്യമുണ്ട്, എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് അബൌട്ട് സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ ആദ്യം നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, നമ്മുടെ ചുറ്റും നോക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ അവസരങ്ങൾ കണ്ടെത്തുകയുള്ളൂ. എന്നിട്ട് വേണം ആ അവസരങ്ങളിൽ നിന്ന് നമ്മുടെ കഴിവിൻ്റെ അത്രയും കൊടുത്ത് ഏറ്റവും മികച്ചത് നേടിയെടുക്കാൻ. ഇവിടെ നമ്മൾ അവസരങ്ങൾ കണ്ടെത്താൻ പോലും ചുറ്റും നോക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ആദ്യം